കോവിഡ് ക്രാഷിന് ശേഷം ഏപ്രിൽ 2020 മുതൽ സെപ്റ്റംബർ 2024 വരെയുള്ള കാലയളവിൽ ഏറ്റവും മികച്ച റിട്ടേൺ നൽകിയ മാർക്കറ്റിലൊന്നായിരുന്നു ഇന്ത്യ. എന്നാൽ കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ ഏറ്റവും മോശം റിട്ടേൺ നൽകിയ ലാർജ് മാർക്കറ്റായി ഇന്ത്യ മാറി. ഈ സാഹചര്യം എപ്പോൾ മാറും? വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. Globally, stock markets are highly correlated. Globalization has strengthened this correlation. വിപണികളിൽ വലിയ ബുൾ തരംഗങ്ങളുടെ ഘട്ടത്തിലും തകർച്ചകളുടെ ഘട്ടത്തിലും ഈ കോറിലേഷൻ പരസ്പര ബന്ധം ഉയർന്നതായിരിക്കും. 2020-ലെയും 2008-ലെയും 2000-ലെയും വിപണി തകർച്ചകൾ ആഗോള തകർച്ചകളായിരുന്നു. അതുപോലെ 2003, 2007-ലെയും 2020-ന് ശേഷമുണ്ടായ ബുൾ മാർക്കറ്റുകളും ഗ്ലോബൽ ബുൾ മാർക്കറ്റുകളായിരുന്നു. ഇൻ ബ്രീഫ്, ഗ്ലോബലി സ്റ്റോക്ക് മാർക്കറ്റ്സ് ആർ ഹൈലി കോറിലേറ്റഡ്. എന്നാൽ ചില ഘട്ടങ്ങളിൽ ഈ ഗ്ലോബൽ ട്രെൻഡിന് അപവാദമായ മാർക്കറ്റ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവാം. ദിസ് മേ ലാസ്റ്റ് ഫോർ എ ബ്രീഫ് പീരീഡ്. അത്തരത്തിലുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഇന്ത്യൻ വിപണി കടന്നു പോകുന്നത്. ഇന്ത്യ ഈസ് ഹ്യൂജ്ലി അണ്ടർ പെർഫോമിംഗ് മോസ്റ്റ് മാർക്കറ്റ്സ്. ചില കണക്കുകൾ നോക്കാം. കഴിഞ്ഞ ഒരു വർഷത്തിലെ നിഫ്റ്റി റിട്ടേൺ -2.6% ആണ്. സെപ്റ്റംബർ 19-ലെ ഡേറ്റയാണ് പറയുന്നത്. എന്നാൽ മറ്റ് വിപണികളിൽ നിന്നുള്ള റിട്ടേൺസ് എത്രയാണ്? US S&P 500 16%, യൂറോപ്പിലെ സ്റ്റോക്സ് 50 13%, ജാപ്പനീസ് നിക്കൈ 18%, ഹോങ്കോങ് ഹാങ്സെങ് 45%, സൗത്ത് കൊറിയൻ കോസ്പി 32%, തായ്വാൻ തായ്എക്സ് 14%. ഇന്ത്യസ് അണ്ടർ പെർഫോമൻസ് ഈസ് ഹ്യൂജ്. പ്രസക്തമായ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ അണ്ടർ പെർഫോമൻസ്? ജിയോജിത് സ്പോട്ട്ലൈറ്റിലൂടെ മുൻപ് പലതവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഒന്നുകൂടി ആവർത്തിക്കാം. ദീർഘകാലത്ത് വിപണിയെ നയിക്കുന്നത് കമ്പനികളുടെ ഏർണിങ്സ് ഗ്രോത്ത് ആണ്. ബെഞ്ചമിൻ ഗ്രഹാം പറഞ്ഞ പോലെ, ഇൻ ദ ലോങ് റൺ ദ മാർക്കറ്റ് ഈസ് എ സ്ലേവ് ഓഫ് ഏർണിങ്സ്. 2020-2024 കാലത്തെ മികച്ച ഏർണിങ്സ് ഗ്രോത്തിന് ശേഷം കഴിഞ്ഞ വർഷം ഫൈനാൻഷ്യൽ ഇയർ 2025-ൽ ഏർണിങ്സ് ഗ്രോത്ത് കുത്തനെ കുറഞ്ഞു, വെറും 5%. ഇത് മാർക്കറ്റ് വാല്യുവേഷൻസ് ഗണ്യമായി ഉയർത്തി. നിഫ്റ്റി PE റേഷ്യോ, 1 ഇയർ ഫോർവേഡ് PE റേഷ്യോ 21-ന് മുകളിലായി. ദീർഘകാല PE റേഷ്യോനേക്കാൾ വളരെ കൂടുതൽ. മറ്റ് മാർക്കറ്റുകളിലെ PE റേഷ്യോ 12, 13, 15 ഒക്കെ ആയപ്പോൾ FIIs ഇന്ത്യയിൽ വൻതോതിൽ വിൽപ്പന നടത്തി. 2024-ൽ 1,21,210 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് FIIs നടത്തിയത്. ഈ വർഷവും 2025-ൽ ഇതുവരെ 1,79,200 കോടി രൂപയുടെ ഓഹരികളാണ് FIIs ഇന്ത്യയിൽ വിറ്റത്. ഇന്ത്യയിൽ വിറ്റ പണം ചീപ്പറായ മറ്റ് മാർക്കറ്റുകളിലേക്ക് മാറ്റിയ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി FIIsന് വലിയ ലാഭം നൽകി. The fact is that FII strategy of selling in expensive India and buying in cheaper markets was a smart and rational strategy. ഇപ്പോൾ പ്രസക്തമായ ചോദ്യം ഇതാണ്: കഴിഞ്ഞ ഒരു വർഷത്തെ ഇന്ത്യയുടെ അണ്ടർ പെർഫോമൻസ് മാറുമോ? മാറാനുള്ള സമയമായി എന്ന് വേണം കരുതാൻ. ഇന്ത്യയിൽ നടപ്പിലാക്കിയ റീഫോംസും പോളിസി ചേഞ്ചസും GDP-യിലും ഏർണിങ്സ് ഗ്രോത്തിലും ഉണർവുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് GST റീഫോംസ് കൺസംഷനിൽ മികച്ച വളർച്ചയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. മുമ്പ് വിശദീകരിച്ച പോലെ ഓട്ടോമൊബൈൽസ്, എയർ കണ്ടീഷണേഴ്സ്, റെഫ്രിജറേറ്റേഴ്സ്, വാഷിംഗ് മെഷീൻസ് തുടങ്ങിയ വൈറ്റ് ഗുഡ്സ് എന്നിവയിലായിരിക്കും മികച്ച ഡിമാൻഡ് വർധനവ് ഉണ്ടാകുന്നത്. നേരത്തെ വിശദീകരിച്ച ഇന്ത്യയുടെ അണ്ടർ പെർഫോമൻസിൽ നിന്ന് മറ്റൊരു പാഠം കൂടി ഇൻവെസ്റ്റേഴ്സിന് പഠിക്കാനുണ്ട്. അതായത് ഇൻവെസ്റ്റ്മെന്റിൽ ജിയോഗ്രാഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തുന്നത് നല്ലതായിരിക്കും. ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി മറ്റ് രാജ്യങ്ങളിലെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ്. ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്ന പോലെ വളരെ ലളിതമായി തന്നെ ഇത്തരത്തിലുള്ള നിക്ഷേപം നടത്താവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഏർണിങ്സ് ഗ്രോത്ത് ആണ് വിപണിയെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം. ഈ വർഷവും കോർപ്പറേറ്റ് ഏർണിങ്സ് ഗ്രോത്ത് 8 മുതൽ 10% വരെ മാത്രമേ ഉണ്ടാകാനിടയുള്ളൂ. 12%-ലധികം ഏർണിങ്സ് ഗ്രോത്ത് ഉണ്ടാകുന്നതിന്റെ സൂചനകൾ വരുമ്പോൾ മാത്രമേ വിപണിയിൽ ഒരു സ്മാർട്ട് റാലി ഉണ്ടാവുകയുള്ളൂ. 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇത് സംഭവിക്കാനുള്ള
സാധ്യത ശോഭനമാണ്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്.